അത്യുന്നതനായ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് സമാധാനം, മനസ്സിലും ബന്ധങ്ങളിലും സമാധാനം അനുഭവിപ്പാൻ നമുക്ക് ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ദൈവജനത്തിനും ഒരിക്കൽ കൂടെ ക്രിസ്തീയ അഭിവാദനങ്ങൾ. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും എല്ലാവർക്കും കൃപയും അളവറ്റ സമാധാനവും മേൽക്കുമേൽ വർദ്ധിച്ചു വരുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സമയത്ത് പല രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുമായിരുന്നുകൊണ്ട് തിരുവെഴുത്തുകളെ പരിശോധിപ്പാൻ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ പഠിച്ചു വരുന്ന വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായമാണ്, അല്ലെങ്കിൽ 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാണ് നമ്മുടെ ചിന്താവിഷയം. അവിടെ നമ്മൾ 6-ാം അധ്യായത്തിൽ കാണുന്നത് 5-ാം അധ്യായത്തിലെ സപ്തമുദ്രകളാൽ മുദ്രിതമായ പുസ്തകത്തിന്റെ മുദ്രാഭേദനമാണ്. 6 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട 5-ാം അധ്യായത്തിൽ നാം കാണുന്ന പുസ്തകം, അതിൻ്റെ ആദ്യത്തെ 6 മുദ്രകൾ ഭേദിക്കുന്നതാണ് 6-ാം അധ്യായത്തിലെ പ്രതിപാദനം. മുദ്രകൾ പൊട്ടിക്കുന്നത്, മുദ്രയിടപ്പെട്ട പുസ്തകം പിതാവിങ്കിൽ നിന്നും വാങ്ങിയത് പുത്രനായ ദൈവകുഞ്ഞാടായ ക്രിസ്തുവാണ്. ആ പുസ്തകത്തിന്റെ മുദ്രകൾ തുറക്കുന്നത് അല്ലെങ്കിൽ പൊട്ടിക്കുന്നതും അതിന് ഏക അധികാരസ്ഥനായ അവകാശിയായ ദൈവകുഞ്ഞാട് തന്നെയാണ്. കുഞ്ഞാട് മുദ്രകൾ 1 മുതൽ 4 വരെ ഉള്ളത് തുറന്നപ്പോൾ നാം 4 കുതിരകളെയും അതിന്മേൽ ഇരിക്കുന്ന 4 കുതിരച്ചേവകരെയും അല്ലെങ്കിൽ കുതിര സവാരികളെയും കാണും. ഈ 4 കുതിരകളും അവയുടെ നിയന്ത്രിതാക്കളും നാശശക്തികളായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നശീകരണ ശക്തികളായി. അതിൽ ഒന്നാമത്തേത് നാം കണ്ടത് വെള്ള കുതിരയാണെങ്കിലും എതിർ ക്രിസ്തുവിന്റെ ഉത്ഭവമായി, അവന്റെ പ്രത്യക്ഷതയായി മനസ്സിലാക്കാം. രണ്ടാമത്തേത് വിപ്ലവകരമായ യുദ്ധത്തിന്റെ, വാളിന്റെ, സമാധാനരാഹിത്യത്തിന്റെ, പരസ്പരം കൊന്ന് നശിപ്പിക്കുന്നതിന്റെ ചിത്രമാണ്. മൂന്നാമത് നാം കണ്ടത് ക്ഷാമത്തെക്കുറിച്ച്. അതേക്കുറിച്ച് നാം കാണുന്നത് എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. അതായത് ധാന്യങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേലിലെ ആ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ധാന്യം, എണ്ണ, വീഞ്ഞ് ഇവയായിരുന്നു അവിടുത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ. അതിൽ ധാന്യങ്ങളാണ് കൃത്യമായ സമയത്ത് കൃഷി ചെയ്ത് കൃത്യമായ മഴയും വെയിലും മഞ്ഞുമൊക്കെ ഉണ്ടായി അതിന് ശരിയായ വിളവെടുപ്പുകൾ നടക്കുന്നത്. എന്നാൽ ബാക്കിയുള്ളത് കുറെ കൂടെ ആഴത്തിൽ വേരൂന്നുന്ന ലതകളോ വൃക്ഷങ്ങളോ ആയതുകൊണ്ട് ക്ഷാമത്തെ അത്ര
പെട്ടെന്ന് ബാധിക്കാത്ത, ക്ഷാമം അത്ര പെട്ടെന്ന് ബാധിക്കാത്ത അവസ്ഥ കാണാൻ പറ്റും. എന്നാൽ കൃഷി, ധാന്യം വിളയുന്ന സംഗതികളാണെങ്കിൽ മഴയോ വെള്ളമോ കൃത്യസമയത്ത് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി വരണ്ടു പോകുന്നത് കാണാം. അതുകൊണ്ട് എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. ധാന്യത്തിന് മാത്രം കുറവ്, ധാന്യത്തിന് മാത്രം കുറവ്. അതിൽ മറ്റൊരു വ്യാഖ്യാനവും കൂടെ ഇങ്ങനെ ഉണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. ധാന്യമാണ് സാധാരണക്കാരന്റെ അത്യാവശ്യമായ സംഗതി, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യന്റെയും ആവശ്യം, ജീവന്റെ നിലനിൽപ്പിനാവശ്യം ധാന്യമാണ്. അതിനെ ഇല്ലാതെയാക്കുന്നു. എണ്ണയും വീഞ്ഞും ഒരർത്ഥത്തിൽ ലക്ഷറി ഐറ്റംസാണ്. അതില്ലെങ്കിലും ജീവിക്കാം. എണ്ണയും വീഞ്ഞും ഇല്ലെങ്കിലും ജീവിക്കാം. ജീവന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കില്ല. അപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങൾ ഇല്ലാതെയാകുമ്പോഴും എന്ത് ലഭ്യമാണ്? ആഡംബര വസ്തുക്കൾ. ആഡംബര വസ്തുക്കൾ ഇന്നും നോക്കിക്കോളൂ. ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്നു ഞങ്ങളുടെ ഹിന്ദി ക്ലാസ്. അതിലും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനും നമ്മുടെ ബെന്നി ബ്രദറും ഒക്കെ കൂടെ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെങ്ങും അങ്ങനെയായിരിക്കും. എന്നാൽ എനിക്ക് കൂടുതൽ പരിചയം ഇന്ത്യയിലെ വിഷയങ്ങളാണല്ലോ. ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്നത്തെ എല്ലാ സർക്കാരുകളുടെയും ആപ്തവാക്യം വികസനം, വികസനം എന്നുള്ളത്. വികസനത്തിന് അവർ ഒത്തിരി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഉദാഹരണത്തിന് ഞങ്ങളുടെ മുംബൈയിൽ ഈ കഴിഞ്ഞിടയ്ക്ക് ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം പണിതു. 20 ചില്ലുവാനം കിലോമീറ്ററുകൾ ഒറ്റ കടൽപ്പാലം. വളരെ സുഖമായ യാത്ര. 200-250 രൂപ ടോൾ കൊടുക്കണമെന്നേ ഉള്ളൂ. പക്ഷേ 100 കിലോമീറ്റർ വേഗതയിൽ വരെ, മിനിമം സ്പീഡാണെന്ന് തോന്നുന്നു 100 കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോകാം. വളരെ സുഗമമായ യാത്ര. പക്ഷേ ഇത് പണിതപ്പോൾ കണക്ക് കൂട്ടിയതിൻ്റെ 4/1 വാഹനങ്ങളെ അതുവഴി യാത്ര ചെയ്യുന്നുള്ളൂ. പൊതുജനത്തിന് പ്രയോജനമുള്ളതല്ല. ആൾക്കാരൊക്കെ തുടങ്ങിയ സമയത്ത് പോയി കാണാൻ വേണ്ടി പോയി. അതേസമയം പൊതുജനത്തിന് പ്രയോജനവും ആവശ്യവുമുള്ള സാധാരണ റോഡുകൾ തിരക്കും തിക്കും കുണ്ടും കുഴിയുമാണ്. മഴയും കൂടായണൊക്കെ വളരെ മോശം. അത് ഒരിടത്തെ മാത്രമല്ല, ഏതാണ്ട് എല്ലായിടത്തെയും അവസ്ഥകളത്. പൊതുജനത്തിന് അത്യാവശ്യമുള്ള ഘടകങ്ങൾ ഇന്ന് ദുർലഭമാണ്, അസൗകര്യങ്ങളാണ്. പക്ഷേ എന്തുണ്ട്? വികസനം എന്ന പേരിൽ പൊതുജനത്തെ ബാധിക്കാത്ത, അവർക്ക് ആവശ്യം ഉള്ളതല്ലാത്ത ഘടകങ്ങളുടെ ലഭ്യത ധാരാളമുണ്ട്. ഇപ്പം പുതിയ തരം കുറെ ഫോണും കമ്പ്യൂട്ടറുകളും ഇറക്കിയത് കൊണ്ടോ, പുതിയ തരം കുറെ വാഹനങ്ങൾ ഇറക്കിയത് കൊണ്ടോ സാധാരണക്കാരന് അതുകൊണ്ട് എന്ത് പ്രയോജനം? ഇത് അത് തന്നെയാണ് അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. എന്തേ? അടിസ്ഥാന ആവശ്യമുള്ളത് ദുർലഭമാകുക, ആഡംബരമായിട്ടുള്ളത് സുലഭമാകുക. ഇവിടെ അതാണ് കാണുന്നത്. മറ്റൊരർത്ഥം, ധാന്യത്തിനേ ഉള്ളു കുറവ്, എണ്ണയ്ക്കും വീഞ്ഞിനും ഇല്ല എന്ന് പറഞ്ഞാൽ അത് അവസാനമല്ല. അതൊക്കെ കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈറ്റുനോവിന്റെ ആരംഭം മാത്രം. അങ്ങനെ ആ കാര്യം അങ്ങോട്ട് പോകുന്നു.
നമ്മൾ നേരത്തെ കണ്ടു, ക്ഷാമകാലത്ത് ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ കൂലി കൊണ്ട് വാങ്ങാൻ പറ്റുന്നത് ഒരാൾക്ക് ഒരു നേരം കഴിക്കാവുന്ന ആഹാരമാണ്. അതേസമയം സാധാരണ നിലയിൽ ഒരു ദിവസത്തെ കൂലി കൊണ്ട് അതിന്റെ 10 മടങ്ങ് സാധനം വാങ്ങാൻ പറ്റും. സാധാരണ ഒരു ദിവസത്തെ കൂലി കൊണ്ട് വാങ്ങാൻ കഴിയുന്നതിന്റെ 10-1 മാത്രമേ ഈ സമയത്ത് വാങ്ങാൻ പറ്റുന്നുള്ളൂ. സാധാരണക്കാരന്റെ സാധാരണപ്പെട്ട ജീവിതം വല്ലാതെ താറുമാറായിരിക്കുന്നതിന്റെ ലക്ഷണമാണ് കാണുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ ക്ഷാമത്തെക്കുറിച്ച് നാം കാണുന്ന 3-ാമത്തെ കുതിരയുടെ ചിത്രീകരണം അതാണ്. 4-ാമത്തെ കുതിര നാം കണ്ടു, മഞ്ഞക്കുതിര, മരണത്തെ കുറിച്ച് പറയുന്നു. അവിടെ പറയുന്ന മൂലപദം തനാറ്റോസ് എന്നൊരു പദമാണ്. തനാറ്റോസ് ആണ് മരണത്തിനുള്ള മൂലപദം. മരണം. വസന്ത, മരണം, ദുർവ്യാധികളുടെ വ്യാപനം എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. അപ്പോൾ അവിടെ മരണമാണ്. ഇപ്പൊ നമ്മൾ 4 കുതിരകളെയും 4 കുതിരച്ചേവകരെയും കണ്ടു. ഈ 4 എണ്ണത്തിൽ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് അവർ മരിക്കുന്നതെന്ന് നാം 6-ാം അധ്യായം 7ഉം 8ഉം വാക്യങ്ങളിൽ കണ്ടിരുന്നല്ലോ. ഒന്നും കൂടെ ആ വാക്യം ഒന്ന് വായിച്ചോളൂ. 6, 7, 7, 8 വാക്യങ്ങൾ. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ളൊരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്നു പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാശ്വത്തിന്മേൽ അധികാരം ലഭിച്ചു. സ്തോത്രം. കണ്ടോ? 4 വിധ മരണവിധങ്ങളാണ് നാം അവിടെ കാണുന്നത്. നാം അതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. 4 വിധ മരണവിധങ്ങൾ. അപ്പോ ഈ 4 വിധ മരണങ്ങൾ അല്ലെങ്കിൽ ന്യായവിധികൾ, ചതുർവിധ ന്യായവിധികൾ പഴയ നിയമത്തിൽ ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞിട്ടുള്ളതാണ്. യെഹെസ്കേൽ പ്രവചനം 14:21 ഒന്ന് വായിച്ചേ. എസേക്കിയേൽ 14:21. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ യെരൂശലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയേണ്ടതിന് വാൾ, ക്ഷാമം, ദുഷ്ടമൃഗം, മഹാമാരി എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ 4ഉം കൂടെ അയച്ചാലോ? ഇസ്രായേലിനോടുള്ള ദൈവീക ന്യായവിധിയുടെ ചിത്രീകരണം. നമുക്കറിയാം, യെഹെസ്കേൽ ബാബിലോണ്യ പ്രവാസകാലത്ത് പ്രവാസികളുടെ ഇടയിൽ ശുശ്രൂഷിച്ച പ്രവാചകനാണ്. എക്സിലിക് പ്രൊഫറ്റ്, പ്രവാസകാല പ്രവാചകനാണ് യെഹെസ്കേൽ. ദാനിയേലിന്റെ സമകാലികൻ, കണ്ടംപററി ഓഫ് ഡാനിയൽ. ദാനിയേൽ കൊട്ടാരത്തിലും യെഹെസ്കേൽ പ്രവാസികളുടെ ഇടയിലുമായിട്ട് ശുശ്രൂഷിച്ചു. അദ്ദേഹം യഹൂദന്റെ ബാബിലോണ്യ പ്രവാസത്തെക്കുറിച്ച് പ്രവചിച്ചു പറയുന്ന വെളിപ്പാട് 6:1 മുതൽക്ക് 8 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന 4 മുദ്രകൾ പൊട്ടിച്ചപ്പോൾ ഉള്ള ആദ്യത്തെ 4 മുദ്രാഭേദനത്തിലുള്ള ന്യായവിധികൾ പറയുന്ന പ്രകാരത്തിലെ കാര്യങ്ങൾ. ചതുർവിധമായ ദൈവീക ന്യായവിധി.
എന്തൊക്കെയുണ്ട് അവിടെ? വാള്, 4 ക്ഷാമം, കാര്യങ്ങൾ. ആ വാള്, ക്ഷാമം, ക്ഷാമം, wild beast and plague. പ്ലേഗ്. ഇത് 4 ഇവിടെയും. അപ്പോൾ ദൈവിക ന്യായവിധിയുടെ ആയുധങ്ങളാണ്. അപ്പോൾ ഈ ന്യായവിധികൾ പാപ ലോകത്തിന് ദൈവം അയക്കുന്ന ന്യായവിധികളാണെന്ന് കാണാം. ഏതാണ്ട് ഇതേ വിഷയങ്ങൾ തന്നെ ഇസ്രായേൽ ജനത്തിന്റെ ആവിർഭാവ സമയത്ത് ദൈവം പറയുന്നുണ്ട് മോശ മുഖാന്തരം. ലെവിറ്റിക്കസ് 26 and verses from 14. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 11 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. എല്ലാം വായിക്കുന്നതിന് സമയം നമ്മൾ എടുക്കുന്നില്ല. 14-15 വാക്യങ്ങളിൽ, അതുപോലെ 18-ാമത്തെ വാക്യത്തിൽ, 23-ാമത്തെ വാക്യത്തിൽ, പിന്നെ 27 മുതലുള്ള വാക്യങ്ങളിൽ, ഇവിടെയെല്ലാം നാം കാണുന്നത് അവരുടെ പാപത്തിനൊത്ത ശിക്ഷ കൊടുക്കുമെന്നാണ്. അതും 7 മടങ്ങായി ദൈവം അവരെ ശിക്ഷിക്കും എന്നാണ് നാം കാണുന്നത്. 7 മടങ്ങായി. അതിൽ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. വേഴ്സ് നമ്പർ 16. എന്റെ നിയമം ലംഘിച്ചാൽ ഞാനും ഇങ്ങനെ നിങ്ങളോട് ചെയ്യും. കണ്ണിനെ മങ്ങിക്കുന്നതും ജീവനെ ക്ഷയിപ്പിക്കുന്നതുമായ ഭീതി, ക്ഷയരോഗം, ജ്വരം എന്നിവ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. അവിടെ ചില രോഗങ്ങളെ കുറിച്ച് പറയുന്നു. ഇനി 21 നിങ്ങൾ എനിക്ക് വിരോധമായി നടന്ന് എന്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം 7 മടങ്ങ് ബാധ നിങ്ങളുടെ മേൽ വരുത്തും. ഇടയ്ക്ക് കയറി ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ദയയുടെ അർത്ഥം, നീതിയുടെ അർത്ഥം. എന്തെങ്കിലും ഒരല്പം നന്മ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മളൊക്കെ പറയാറുള്ളതാണ്, പ്രവചിക്കാറും പ്രസംഗിക്കാറും സാക്ഷിക്കാറുമുള്ളതാണ്, ദൈവം നീതിമാൻ, ദൈവം ആർക്കും കടക്കാരനല്ല, ദൈവം എന്നോട് നീതിയായിട്ട് ഇടപെട്ടു, അത് ദൈവത്തിന്റെ നീതിയായെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ നീതിയാണെന്ന് അവകാശപ്പെട്ടാൽ ഇപ്പൊ നമ്മൾ വായിച്ചതാ കിട്ടേണ്ടത്. എന്ത്? നമ്മുടെ പാപങ്ങൾക്ക് ഒത്തത്, തക്കവണ്ണം. പക്ഷെ ദൈവം അങ്ങനെയല്ല നമ്മോട് ചെയ്തത്, ദയ കൊണ്ടാണ് ഇടപെട്ടത്. ദയയുടെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ന്യായമായി ലഭിക്കേണ്ടത് ദൈവം തരാതിരിക്കുന്ന ദൈവിക സ്വഭാവം. കൃപ എന്ന് പറയുന്നത് നമുക്ക് അർഹമല്ലാത്തത് സൗജന്യ ദാനമായി തരുന്ന ദൈവിക സ്വഭാവം. നീതി എന്ന് പറയുന്നത് ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുന്നത്. മനസ്സിലായി കാണുമല്ലോ. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കാതെ അങ്ങ് പോയത്. ഇവിടെ ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്നു, നിങ്ങൾ പാപം ചെയ്താൽ, എൻ്റെ വചനം ലംഘിച്ചാൽ ഞാൻ നിങ്ങളോട് നീതിയാവണ്ണം ഇടപെടും. എങ്ങനെ? നിങ്ങളുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം, അല്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിന് തക്കവണ്ണം 7 മടങ്ങ് തന്നുകൊണ്ട്. അതെന്തൊക്കെയാണെന്ന് 22-ാമത്തെ വാക്യത്തിൽ അയക്കുന്നുണ്ട്. 22-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളുടെ ഇടയിൽ കാട്ടുമൃഗങ്ങളെ അയക്കും. അവ നിങ്ങളെ മക്കളില്ലാത്തവരാക്കുകയും നിങ്ങളുടെ കന്നുകാലികളെ
നശിപ്പിക്കുകയും നിങ്ങളെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും. നിങ്ങളുടെ വഴികൾ പാഴായി കിടക്കും. കാട്ടുമൃഗങ്ങൾ വ്യാഖ്യാനിക്കാതെ തന്നെ നമുക്ക് അർത്ഥം മനസ്സിലായി. ഇനി 23-ാം വാക്യം. ഇവയാലും നിങ്ങൾക്ക് ബോധം വരാതെ നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരോധമായി നടന്ന് നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം 7 മടങ്ങ് നിങ്ങളെ ദണ്ഡിപ്പിക്കും. അതെന്താണെന്ന് 25-ാം വാക്യത്തിൽ. എന്റെ നിയമത്തിന്റെ പ്രതികാരം നടത്തുന്ന വാൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. വാൾ വരുത്തുക, വാൾ വരുത്തുക. 26-ാം വാക്യം. ഞാൻ നിങ്ങളുടെ അപ്പം എന്ന കോൽ ഒടിച്ചിരിക്കുമ്പോൾ 10 സ്ത്രീകൾ ഒരടുപ്പിൽ നിങ്ങളുടെ അപ്പം ചുട്ട് നിങ്ങൾക്ക് തിരികെ തൂക്കിത്തരും. നിങ്ങൾ ഭക്ഷിച്ചിട്ട് തൃപ്തരാകയില്ല. കണ്ട് ഇവിടെയെല്ലാം നാം കാണുന്ന ന്യായവിധിയുടെ രീതി ദൈവം വരുത്തുന്നതാണ്. ക്ഷാമം വരുത്തുന്നു, വാൾ വരുത്തുന്നു. നമ്മള് 16-ാമത്തെ വാക്യത്തിൽ മഹാമാരികളെ കുറിച്ച് വായിച്ചു. അന്നത്തെ മഹാമാരികൾ അതൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ പേര് മാറിയെന്നേ ഉള്ളൂ. സംഭവം ഒന്ന് തന്നെ. എപ്പിഡമിക്സ്, പകർച്ചവ്യാധികൾ, മഹാമാരികൾ. കാലഘട്ടത്തിനനുസരിച്ച് മാരികളുടെ പേരുകൾ മാറിയിട്ടുണ്ട്. അർത്ഥം ഒന്ന് തന്നെ. അപ്പോൾ ഈ ചതുർവിധമായ ന്യായവിധി ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഒരു താക്കീത് എന്ന നിലയിൽ കൊടുത്തിരുന്നതാണ്. അത് നാം ഇസ്രായേൽ മക്കൾക്ക് ദൈവം ന്യായപ്രമാണം കൈമാറുന്ന മോശൈക കാലത്ത് പറഞ്ഞതും അത് നടപ്പിലാക്കി യഹൂദയെ ബാബിലോണ്യ പ്രവാസത്തിൽ കൊണ്ടുപോയി അവിടെ വെച്ച് യെഹെസ്കേലിലൂടെ ഓർപ്പിക്കുന്നതും നാം കണ്ടു. ഇതേ സംഭവങ്ങളുടെ ഒരാവർത്തനമായി നമുക്ക് വെളിപ്പാട് 6-ന്റെ 7-8 വാക്യങ്ങളിൽ അല്ലെങ്കിൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യങ്ങളെ കാണാം. ഇതിന്റെ അർത്ഥം ഈ ബാധകൾ, ഈ ന്യായവിധികൾ എല്ലാം അയക്കുന്നത് ദൈവമാണ്. ദൈവം അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളെയാണ്. ഇതിന്റെ എല്ലാം നിയന്ത്രിതാവ് ദൈവം തന്നെ. നാം ലേവ്യ പുസ്തകത്തിലും യെഹെസ്കേലിലും വായിച്ചത് ജനത്തിന്റെ പാപം നിമിത്തം ദൈവം അവരെ ന്യായത്തോടെയും നീതിയോടെയും പാപത്തിന് തക്കവണ്ണം ശിക്ഷിക്കുന്ന ശിക്ഷയാണ്. ഇവിടെ അതായത് വെളിപ്പാട് 6-ാം അധ്യായത്തിൽ എന്താണ് ഈ ലോകത്തെ ദൈവം ഇങ്ങനെ ശിക്ഷിക്കുവാനുള്ള പ്രധാനപ്പെട്ട പാപമെന്ന് നമുക്കറിയാം. എന്താണ് പ്രധാനപ്പെട്ട പാപം? ദൈവത്തെ മറന്നു, മശിഹായെ തള്ളിക്കളഞ്ഞു. രക്ഷകനായ ക്രിസ്തുവിനെ അവർ സ്വീകരിച്ചില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഞാൻ അയക്കുക, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നിങ്ങളെ ഞാൻ അയക്കുകയാണ്, നിങ്ങളെ കൈക്കൊള്ളാത്തവൻ നിങ്ങളെ അയക്കുന്ന എന്നെ കൈക്കൊള്ളുന്നില്ല. നിങ്ങളെ അയക്കുന്ന എന്നെ എഴുതിയിട്ടില്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാ. നിങ്ങളെ കൈക്കൊള്ളാത്തവൻ എന്നെ കൈക്കൊള്ളുന്നില്ല, എന്നെ കൈക്കൊള്ളാത്തവൻ എന്നെ അയച്ച എന്റെ പിതാവിനെ കൈക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ ജനത്തിന്റെ പാപം എന്താണ്? ദൈവം അയച്ച സുവിശേഷകരിലൂടെ ദൈവം അവരോട് പറഞ്ഞ സുവിശേഷ സന്ദേശം കൈക്കൊള്ളാതിരുന്നതാണ്.
അവരുടെ രക്ഷയ്ക്ക് ഉതകുന്ന രക്ഷാ സന്ദേശത്തേക്കാൾ താൽക്കാലികമായ സുഖം കൊടുക്കുന്ന, താൽക്കാലികമായ സ്വൈര്യം കൊടുക്കുന്ന, ആഡംബരം വാഗ്ദത്തം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം അവർ ഇഷ്ടപ്പെട്ടു. ദൈവം അവരോട് കാണിച്ച കരുണയുടെ കാലം തീർന്നു. ദൈവത്തിന്റെ കൃപയെ അവർ വ്യർത്ഥമാക്കി. ദൈവത്തിന്റെ മനസ്സലിവിനെ അവർ മാനസാന്തരത്തിനായിട്ട് ഉപയോഗിച്ചില്ല. അവർക്ക് രക്ഷകനെ വേണ്ടായിരുന്നു, രക്ഷകനെ തള്ളിക്കളഞ്ഞു. അപ്പോസ്തലന്മാരുടെ ഭാഷയിൽ, പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, രക്ഷാനായകനെ തള്ളി കൊലപാതകനായവനെ അവർക്ക് മതിയെന്ന് പറഞ്ഞു. ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പാപം ഇതാണ്. ബാക്കിയുള്ളതൊന്നും പാപമല്ലെന്നല്ല, അടിസ്ഥാനപരമായ മനുഷ്യന്റെ പാപമാണിത്. ദൈവം ഈ ലോകത്തെ ഈ ചതുർവിധ വ്യാധികളാൽ ബാധിക്കുന്നതിനും ശിക്ഷിക്കുന്നതിനുമുള്ള പ്രധാനപ്പെട്ട പാപം മശിഹായെ, രക്ഷകനെ അവർ തള്ളുന്നതാണ്. രക്ഷയെ അവർ തള്ളുന്നതാണ്. സ്തോത്രം. രക്ഷകനായി യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ ദൈവം ആദ്യം ചെയ്യുന്നത് അവരുടെ മുഴുവൻ പാപങ്ങളെയും ക്ഷമിക്കുക എന്നതാ. സ്തോത്രം. മാനസാന്തരപ്പെടുകയാണെങ്കിൽ, യഥാർത്ഥത്തിലുള്ള മാനസാന്തരത്തിൽ പാപങ്ങളെ വിട്ടുകളയലുണ്ട്, രക്ഷകനെ സ്വീകരിക്കലുണ്ട്, യേശുവിന്റെ കർത്തൃത്വത്തിന് സ്വയം വിധേയപ്പെടുത്തലുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അവ ഉണ്ടാകുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. പക്ഷേ രക്ഷകനായ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞാൽ ആ പാപത്തോടൊപ്പം മറ്റുള്ള സകല പാപങ്ങളും എണ്ണപ്പെടും, അവരുടെ മേൽ കണക്കിടപ്പെടും. എന്നാൽ ദൈവത്തിൻ്റെ സൗജന്യദാനമായ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി കൈക്കൊണ്ടാൽ അതോടുകൂടെ അവരുടെ മറ്റ് സകല പാപങ്ങളും മോചിക്കപ്പെടും, ക്ഷമിക്കപ്പെടും. പാപം ക്ഷമിക്കുക മാത്രമല്ല ദൈവം ചെയ്യുന്നത്, വേറെ രണ്ട് കാര്യങ്ങൾ കൂടെ ദൈവം ചെയ്യുന്നുണ്ട്. പാപം, ആ പാപത്തോട് തന്നെ ബന്ധത്തിൽ രണ്ട് കാര്യങ്ങൾ കൂടെ ദൈവം ചെയ്യുന്നത്, പാപം അവരിൽ നിന്ന് എടുത്തു കളയും. പാപം ക്ഷമിക്കും, പാപം എടുത്തു കളയും. ആ എടുത്തു കളഞ്ഞ പാപത്തെ ദൈവം മറക്കും. പാപക്ഷമയോടുള്ള ബന്ധത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. പാപം ക്ഷമിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ അകൃത്യം കണക്കിടാതിരിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ പാപത്തിന് തക്ക ശിക്ഷ നൽകാതിരിക്കുക മാത്രമല്ല ദൈവം ചെയ്യുന്നത്. പിന്നെ എന്തും കൂടി ചെയ്യുന്നുണ്ട്,
അവരുടെ അകൃത്യത്തെ ഓർക്കുകയുമില്ല. അകൃത്യത്തെ എടുത്തു കളയുന്നു, അകൃത്യത്തെ ഓർക്കാതിരിക്കുന്നു. സ്തോത്രം. ആ പാപക്ഷമ എന്നൊക്കെ നമ്മൾ പറയുമ്പം ഈ കേട്ട് പഴകിയ ഒരു പദമായി അതിനെ അങ്ങ് വിട്ടുകളയരുത്. അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ നമ്മൾ ശ്രമിക്കണം. വളരെ പരിചിതമായ ഭാഗത്ത് നിന്നാണ് ഞാനിത് സംസാരിച്ചത്. നമുക്ക് വളരെ അറിയാവുന്ന ഒരു ഭാഗമാണ്. 103 സങ്കീർത്തനത്തിലെ കാര്യമാണ് പറഞ്ഞു. 10 വാക്യം. അവൻ നമ്മുടെ പാവങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആദ്യ ഭാഗമായത്. അടുത്തത്, അടുത്ത വാക്യം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കും. ആ, വായിച്ചു. അടുത്തത്, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. നമ്മുടെ ലംഘനങ്ങളെ, നമ്മുടെ പാപങ്ങളെ നമ്മോട് നമ്മിൽ നിന്ന് അകറ്റിക്കളയുന്ന ദൈവം. ഒന്നാം ഭാഗം നമ്മുടെ അകൃത്യങ്ങൾക്ക്, പാപങ്ങൾക്ക് ഒത്ത ശിക്ഷ തരാതിരിക്കുക, ക്ഷമ, അതിൽ ഉൾപ്പെടുന്ന ഒന്നാം ഭാഗമാണ്. രണ്ടാം ഭാഗമാണ് തന്റെ ദയ നമ്മുടെ മേൽ വലുതാക്കിയിട്ട് നമ്മുടെ അകൃത്യത്തെ നമ്മിൽ നിന്ന് അകറ്റിക്കളയുന്നത്. വെറുതെ ക്ഷമിച്ചു വിടുകയല്ല. പിന്നെ മീഖ 7 അധ്യായത്തിൽ 18-19 വാക്യങ്ങളിൽ വായിക്കുന്നത് നമ്മുടെ അകൃത്യങ്ങളെ അവൻ പിന്നെ ഓർക്കുന്നില്ല. സ്തോത്രം. വായിച്ചാട്ടെ. Who is like a God unto thee, that pardoneth iniquity, and passeth by the transgression of the remnant of his heritage? He retaineth not his anger forever, because he delighteth in mercy. He will turn again. He will have compassion upon us. He will subdue our iniquities, and thou wilt cast all their sins into the depths of the sea. Hallelujah. Thou wilt perform the truth to Jacob and the mercy to Abraham, which thou hast sworn unto our fathers from the days of old. സ്തോത്രം. നമ്മൾ നേരത്തെ ഒരിക്കൽ ഈ ഭാഗം ചിന്തിച്ചതായിരുന്നു. ഭൂമിയുടെ മുകൾ പരപ്പിലെ ഏറ്റവും ഉയരം കൂടിയ ദ ഹയസ്റ്റ് പീക്ക് കൊടുമുടിയാണ് എവറസ്റ്റ്. ഏകദേശം 9 കിലോമീറ്ററോളം പൊക്കം. പക്ഷേ മറീന ട്രെഞ്ചിലുള്ള പസഫിക് ഓഷ്യനിലെ അതിന്റെ ആഴം ഏകദേശം 11 കിലോമീറ്റർ. എവറസ്റ്റിനെ വേരോടെ പിഴുത് അവിടെ കൊണ്ടിട്ടാൽ എവറസ്റ്റിന്റെ മുകളിൽ പിന്നെയും കാണും 2 കിലോമീറ്റർ ഉയരത്തിൽ വെള്ളം. ഇന്ന് ശാസ്ത്രലോകത്തിന് അറിയാവുന്ന ഏറ്റവും ആഴമുള്ള സമുദ്രത്തിലെ കുഴിയാണത്. അവിടെ മീഖ പറഞ്ഞിരിക്കുന്നു, ദൈവം നമ്മുടെ അകൃത്യങ്ങൾ എന്ത് ചെയ്യുന്നു? സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയും. സ്തോത്രം. അകൃത്യങ്ങളെ ക്ഷമിക്കുന്ന നമ്മുടെ ദൈവം, അവൻ പിന്നെ അതിനെ ഓർക്കുന്നില്ല. എന്നാൽ ഇതെല്ലാം എപ്പോഴാ ചെയ്യുന്നത്? ആർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യ? ദൈവത്തിന്റെ പ്രൊവിഷൻ, ദൈവത്തിന്റെ ദാനമായ രക്ഷിതാവായ യേശുവിനെ നമുക്ക് പകരം ദൈവം പ്രായശ്ചിത്തമാക്കിയ മശിഹായെ, നമുക്ക് പകരം മരണം ആസ്വദിച്ച യേശുവിനെ അതേ നിലയിൽ രക്ഷകനായി
കർത്താവായി അംഗീകരിക്കുന്നവരോടുള്ള ദൈവിക സമീപനമാണ് ഇതെല്ലാം. വേറെ ഒന്നും ചെയ്യണ്ട. സ്തോത്രം. രക്ഷിതാവായി യേശുവിനെ സ്വീകരിച്ചാൽ മതി. അതിന് ഓരോ ഹൃദയവാതിൽക്കലും ചെന്ന് സുവിശേഷ സന്ദേശത്താൽ ദൈവം പറയുന്നുണ്ട് ഓരോരുത്തരോടും. എന്നാൽ ആരെല്ലാം അവനെ കൈക്കൊള്ളാതെ ഇരിക്കുന്നുവോ, ആരെല്ലാം അവനെ ഉപേക്ഷിക്കുന്നുവോ, അവരുടെ എല്ലാം സകല അകൃത്യങ്ങളും അവരുടെ പേരിൽ തന്നെ കണക്കിടും. ഇവിടെ ദൈവം ഈ ശിക്ഷ ഇവർക്ക് കൊടുക്കുവാൻ ഉള്ള കാരണം അതാണ്. ഇത്രയും മനസ്സിലായോ? ചതുർവിധ ന്യായവിധികൾ. പാപത്തിന് തക്കവണ്ണം അവരോട് ദൈവം ഇടപെടുകയാണ്. ദൈവത്തിന്റെ ദയ എന്ന സ്വഭാവം അനന്തമാണ്. ദൈവം നിത്യനായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ കൈൻഡ്നസ്, ദയ എന്ന ആട്രിബ്യൂട്ട്, സ്വഭാവം നിത്യമാണ്. സ്തോത്രം. പക്ഷേ വ്യക്തികളോടുള്ള ബന്ധത്തിൽ, ഇൻ റിലേഷൻ വിത്ത് പേഴ്സൺസ്, ദൈവത്തിന്റെ ദയ നിത്യമല്ല. മനസ്സിലായോ? സംശയമില്ലല്ലോ? സംശയമുണ്ട് ചോദിച്ചോണേ. സംശയമായിട്ട് ആരും പോകരുത്. പക്ഷേ അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ സ്വഭാവങ്ങൾ ദൈവം നിത്യനായിരിക്കുന്നത് പോലെ തന്നെ നിത്യമാണ്. All the attributes of God, all the attributes of God are eternal as the person of God is eternal. And mercy or kindness is one of them. And therefore, as an attribute, the mercy or kindness of God is quite eternal. ദൈവം സനാതനനാണ് അഥവാ നിത്യനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വഭാവവും നിത്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന്റെ സ്നേഹം നിത്യസ്നേഹം. കാരണം ദൈവം നിത്യനാണ്. അപ്പൊ ദൈവം സ്നേഹമാണെന്ന് യോഹന്നാൻ പറയുന്നു. 1 യോഹന്നാൻ 4:8-16 വായിക്കുന്നു, ദൈവം സ്നേഹമാണ്. God is love. ദൈവം സ്നേഹമാണെങ്കിൽ എപ്പോൾ മുതലാണ് ദൈവം സ്നേഹമായത്? നിത്യതയിൽ നിന്ന് നിത്യത, നിത്യത മുതൽ നിത്യത വരെ. ഓഫ് കോഴ്സ്. അതുപോലെ തന്നെയാണ് ദയ. ദൈവത്തിന്റെ 20-ലധികം സ്വഭാവ വിശേഷതകളെ കുറിച്ച് നമ്മൾ തിയോളജി, ട്രിനിറ്റി പഠിച്ച സമയത്ത് പഠിച്ചതാണ്. അന്ന് ഉണ്ടായിരുന്നവർക്ക് ഓർമ്മ കാണും. തൃത്വത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ദൈവത്തിന്റെ 21-22 ആട്രിബ്യൂട്ട്സ്, സ്വഭാവ വിശേഷതകൾ. ഈ എല്ലാ സ്വഭാവ വിശേഷതകളും ദൈവത്തിൻ്റെതായതുകൊണ്ട് ദൈവം സനാതനനായിരിക്കുന്നത് പോലെ തന്നെ അവയും സനാതനമാണ്. ആ സ്വഭാവ വിശേഷതകളിൽ ഒന്നാണ് ദൈവത്തിന്റെ ദയ അഥവാ കരുണ. അതുകൊണ്ട് ആ ദൈവത്തിന്റെ സ്വഭാവമായ കരുണ
ദയ ദൈവത്തെ പോലെ തന്നെ നിത്യമാണ്. തുടക്കവുമില്ല, ഒടുക്കവുമില്ല. ദൈവമുള്ള കാലത്തോളം ദൈവത്തിന്റെ സ്വഭാവവും ഉണ്ടായിരിക്കും. അതെല്ലാം ദൈവത്തിന്റെ ആളത്വത്തിൽപ്പെടുന്ന കാര്യം. അതിലാർക്കും സംശയമില്ലല്ലോ. എന്നാൽ വ്യക്തികളോടുള്ള ദൈവത്തിന്റെ കരുണയ്ക്ക് എന്തുണ്ട്? പരിധിയുണ്ട്. വ്യക്തികളോടുള്ള ദൈവത്തിന്റെ കരുണ നിത്യമല്ല. ദൈവത്തിന്റെ ഓരോ വ്യക്തിയോടുമുള്ള മനസ്സലിവിന് പരിമിതികളുണ്ട്. ദൈവം ഇസ്രായേൽ മക്കളുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്, ഞാൻ മടുത്തിരിക്കുന്നു. കരുണ കാണിച്ച് കേൾക്കാമോ? ഇടയ്ക്ക് പോയായിരുന്നു, ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോവാം. ഒരു 1-2 പ്രാവശ്യം. ഒരു കോള് വന്നായിരുന്നത് കൊണ്ട്. ഇപ്പൊ കേൾക്കാമല്ലോ? ഓക്കെ കേൾക്കാം പാസ്റ്റർ. ഓക്കെ. ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നു, ഞാൻ കരുണ കാണിച്ച് മടുത്തിരിക്കുന്നു. ആരോടാ? ഇതുവരെ കരുണ കാണിച്ച് പാപത്തിനൊത്തവണ്ണം ശിക്ഷിക്കാതിരുന്ന ജനത്തോട്. ഉൽപ്പത്തി 6 നമ്മൾ കാണുന്നു, എന്റെ ആത്മാവ് സദാകാലം മനുഷ്യനോട് വാദിച്ചു കൊണ്ടിരിക്കില്ല. റോമർ 2:4 ഈ കഴിഞ്ഞിടയ്ക്കും നമ്മൾ വായിച്ചിരുന്നു. എന്താണ്? ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? നിരസിച്ചാൽ നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. അന്ന് അവനോട് ദയ കാണുമോ? ഇല്ല. അതാണ് പറഞ്ഞത്, വ്യക്തികളോടുള്ള ബന്ധത്തിൽ, അത് കുടുംബങ്ങളോടുമാകാം, രാജ്യങ്ങളോടാകാം, ഒരു ജാതിയോടാകാം. ഇന്ന് പുതിയ നിയമസമയത്തേക്ക് വരുമ്പോൾ ഓരോ വ്യക്തിയോടുമുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കരുണയ്ക്ക് എന്തുണ്ട്? സീമയുണ്ട്, പരിധിയുണ്ട്. അതെത്രയാണെന്ന് നമുക്കറിയില്ല. ദാവീദിനോട് ദൈവം കരുണ കാണിച്ചു. ഒരു പ്രാവശ്യം അവനോട് കാണിച്ച ദൈവത്തിന്റെ കരുണയ്ക്ക് ഒരു സ്ത്രീയുടെ ഗർഭകാലത്തിന്റെ പരിധിയേ ഉണ്ടായിരുന്നുള്ളൂ. ബേത്ശേബയോട് അവൻ പാപം ചെയ്ത അനന്തരം ദൈവം അവനോട് കരുണ കാണിച്ചത് ആ കുട്ടി പിറക്കുന്നതിന് മുമ്പ് വരെയാണ്. അതുവരെ അവൻ അനങ്ങാതിരുന്നപ്പോഴാ പ്രവാചകനെ അയച്ചതും കാര്യം പ്രസിദ്ധമാക്കിയതും. അങ്ങനെ ഓരോരുത്തരോടും ദൈവം നിത്യനായതുകൊണ്ട് ദൈവത്തിന്റെ നിത്യത്വത്തിന്റെ അതേ ഗുണമേന്മയുള്ളതാണ് ദൈവത്തിന്റെ സ്വഭാവങ്ങൾ. അങ്ങനെ ദൈവത്തിന്റെ കരുണ നിത്യമാണ്. എന്നാൽ വ്യക്തികളോടുള്ള ബന്ധത്തിൽ അത് നിത്യമല്ല. അതിന് പരിധിയുണ്ട്. ആ പരിധിക്കകം അയാൾ മാനസാന്തരപ്പെടുകയും, നമ്മളിപ്പോൾ വായിച്ചതുപോലെ റോമർ 2:4 വായിച്ചതുപോലെ മാനസാന്തരപ്പെടുകയും ദൈവത്തിന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യത്തെ ഉള്ളം തുറന്ന് കരങ്ങൾ വിരിച്ച് സ്വീകരിക്കുകയും ചെയ്താൽ
നന്ന്. ഇല്ലെങ്കിൽ അതിൻ്റെ പരിധി നിശ്ചയിച്ച് ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക്, അതായത് ന്യായവിധിയുടെ ദിവസത്തിലേക്ക് കോപം ചരടിച്ച് വയ്ക്കുകയായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് വ്യക്തികളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കരുണ നിത്യമല്ല, അതിന് പരിധിയുണ്ടെന്ന്. ഇപ്പോൾ വ്യക്തമാണോ? ഓക്കെ. എല്ലാവർക്കും പലരുടെയും മുഖം ഞാൻ ആ സമയത്ത് കണ്ടു, ഒരു ചെറിയ സംശയം പോലെ. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് നിന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ ഓക്കെ, ഇവിടെ വെളിപ്പാട് 6-ാമത്തെ അധ്യായത്തിൽ 4 വിധമായ ന്യായവിധികളാൽ അന്നത്തെ ലോകത്തെ ദൈവം ന്യായം വിധിക്കുവാൻ ഉള്ള കാരണം അവർ യേശുക്രിസ്തുവിനെയും അവരെ രക്ഷയ്ക്ക് പര്യാപ്തമാക്കുന്ന സുവിശേഷത്തെയും തള്ളിക്കളയുന്നതാണ്. ശരി, അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ 5-ാം മുദ്രാഭേദനത്തിലേക്ക് വന്നത്. അതേപ്പറ്റിയായിരുന്നു നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായോ? മുൻപോട്ട് പോകാമല്ലോ. ശരി, സമയവും കൂടെ എന്നോടൊന്ന് പറഞ്ഞേക്കണേ, മെസ്സേജ് അയച്ചെന്നാൽ മതി. എനിക്കിവിടെ കാണാൻ 12 minutes അല്ല. ഓക്കെ. താങ്ക് യു. അപ്പോൾ 5-ാം മുദ്രാഭേദനം കൂടെ നമ്മൾ കണ്ടിരുന്നു. അവിടെ നാം കാണുന്നത് 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ്. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ രക്തസാക്ഷികളുടെ ആത്മാക്കളെയാണ് കണ്ടത്. ആ രക്തസാക്ഷികൾ ക്രൈസ്തവ സഭാ കാലയളവിലെ അല്ലെങ്കിൽ ക്രൈസ്തവ രക്തസാക്ഷികളല്ല എന്ന് കണ്ടു. അതിന് 2-3 തെളിവുകളും നമ്മൾ കണ്ടിരുന്നില്ല. എന്നാൽ ഇവർ മഹാപീഡനകാലത്തെ രക്തസാക്ഷികളാണ് എന്നതിന് തെളിവുകളായിരുന്നു നമ്മൾ അന്ന് കണ്ടത്. അതിനോട് ചേർത്ത് എന്താ ഇവരെ എവിടെയാ നമ്മൾ കാണുന്നത്? യാഗപീഠത്തിന്റെ കീഴിൽ. യാഗപീഠത്തിന്റെ കീഴിൽ. ഇപ്പോഴെന്താ ഇവരുടെ ആത്മാക്കൾ വിശ്രമിക്കുന്നത് യാഗപീഠത്തിന്റെ അടുത്തെങ്ങാനാണോ? അല്ല. പിന്നെന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ഒന്ന്, സമാഗമന കൂടാരമോ പിൽക്കാലത്ത് വന്ന യെരുശലേം ദേവാലയമോ പണിതിരിക്കുന്നത് എന്തിന്റെ മാതൃകയിലാണ്? Heavenly tabernacle. ഹെവൻലി ടാബർനാക്കിൾ, സ്വർഗത്തിൽ ഉള്ള മന്ദിരത്തിന്റെ മാതൃകയില, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞ സ്വർഗത്തിന്റെ മാതൃക. അതാണ് ആവർത്തിച്ച് മോശയോട് ദൈവം പറഞ്ഞത്. ഓർത്തോണം, എങ്ങനെ വേണം നീ പണിയാൻ? മാതൃക പ്രകാരം. ഞാൻ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം. സ്തോത്രം. പുറപ്പാട് 25-ന്റെ 9-ാമത്തെ വാക്യം, എക്സോഡസ് 25:9. തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഒക്കെയും തന്നെ ഉണ്ടാക്കേണം. 40:40. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയുണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം.
സൂക്ഷിച്ചുകൊള്ളണം, താക്കീത് കൊടുക്കുക. പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരമാണ് യെരുശലേം ദേവാലയവും അല്ലെങ്കിൽ അതിന് മുൻപുണ്ടായിരുന്ന ടെന്റ് ഓഫ് മീറ്റിംഗ്, ടാബർനാക്കിൾ, സമാഗമന കൂടാരവും പണിതത്. അപ്പോൾ എന്തുണ്ട് സ്വർഗത്തിൽ? ഒരു യാഗപീഠത്തിന്റെ മാതൃകയുണ്ട്. അതുകൊണ്ട് ഇവിടെ യാഗപീഠം എന്ന് പറയുന്നത് ഏത് യാഗപീഠമല്ല? ദേവാലയത്തിലെ ഭൂമിയിലെ ഭൂമിയിലെ ദേവാലയത്തിലെ യാഗപീഠമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പൊ മരിക്കുന്നവരുടെയൊക്കെ ആത്മാക്കൾ അല്ലെങ്കിൽ ഈ രക്തസാക്ഷികളുടെ ആത്മാക്കൾ യെരുശലേം ദേവാലയത്തിന്റെ യാഗപീഠത്തിന്റെ ചുവട്ടിലെങ്ങാണ്ട് ഒരു കുഴി കുഴിച്ച് അവിടെ താമസിക്കുകയാണെന്ന് അല്ല. ഇത് കാണിക്കുന്നത് സ്വർഗീയ ദേവാലയത്തിന്റെ മാതൃകയാണ്. ഇടയ്ക്ക് മുറിഞ്ഞായിരുന്നു, കേൾക്കാമോ? സ്തോത്രം. അപ്പോൾ അത് വേറെയും വാക്യങ്ങളുണ്ട്. എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ആ വാക്യങ്ങൾ കൂടെ പറയാം, വായിപ്പിക്കുന്നില്ല. സംഖ്യാപുസ്തകം 8:4, നമ്പേഴ്സ് chapter 8 verse 4. Yes, Alexander. Hebrews 8 verse 5 and also 9:23. എബ്രായർ 8:5, 9:23, 9:11-12 വാക്യങ്ങളിലും അത് പറയുന്നുണ്ട്. ഇവിടെ എല്ലാം പറയണ്ടല്ലോ, റെഫറൻസ് കിട്ടിയല്ലോ എല്ലാവരും. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് യെരുശലേം ദേവാലയം, അതിൻ്റെ രീതികൾ എല്ലാം തന്നെ സ്വർഗീയ യെരുശലേമിന്റെ അല്ലെങ്കിൽ മന്ദിരത്തിന്റെ മാതൃകയിലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ യാഗപീഠത്തിന്റെ ചുവട്ടിൽ രക്തസാക്ഷികളായി മരിച്ചവരുടെ ആത്മാക്കളെ കണ്ടു എന്ന് പറയും. രക്തസാക്ഷികൾ എന്ന പദം നമ്മളിവിടെ കാണുന്നില്ല വെളിപ്പാട് 6-ാമത്തെ അധ്യായത്തിൽ. എന്നാൽ മറ്റൊരു പ്രയോഗം അവിടെ ഉള്ളത് എങ്ങനെയാണ്? ദൈവവചനവും തങ്ങളുടെ സാക്ഷ്യവും ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ. തങ്ങളുടെ സാക്ഷ്യവും ഹേതുവായി അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ. അതിനെ നമ്മുടെ സാധാരണ ഭാഷയിൽ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞു നിൽക്കും. രണ്ടാമത്തെ അർത്ഥം, ഒന്നാമത്തെ അർത്ഥം സ്വർഗീയ ദേവാലയത്തിന്റെ മാതൃകയിൽ യാഗപീഠത്തിന്റെ അടുക്കൽ എന്ന് പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ അർത്ഥം, പഴയ നിയമത്തിൽ രക്തം, യാഗരക്തം എവിടെയായിരുന്നു ഒഴിക്കുമായിരുന്നത്? യാഗപീഠത്തിന്റെ ചുവട്ടിൽ. യാഗപീഠത്തിന്റെ ചുവട്ടിലായിരുന്നു ഒഴിക്കുമായിരുന്നത്. ലേവ്യ പുസ്തകം 4:7 വാക്യം, 4:7, ലെവിറ്റിക്കസ്. പുരോഹിതൻ രക്തം കുറെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലുള്ള സുഗന്ധവർഗത്തിൽ ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടേണം. കാളയുടെ ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ഉള്ള ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. യാഗപീഠത്തിന്റെ ചുവട്ടിലാണ് രക്തം ഒഴിക്കുന്നത്. ഈ രക്തം എന്തിനെ കാണിക്കുന്നു? 17-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ, ലെവിറ്റിക്കസ് 17:11-14, നമുക്കറിയാവുന്ന വാക്യമായതുകൊണ്ടും സമയം തീരുന്നത് കൊണ്ടും പറഞ്ഞു വിടുന്നു. രക്തം ജീവനെ കാണിക്കുന്നു. ഇത് ഒരു പ്രതീകമായിരുന്നു.
യാഗപീഠത്തിന്റെ ചുവട്ടിൽ യാഗമൃഗത്തിന്റെ രക്തമൊഴിക്കും. ആ അർത്ഥത്തിൽ രക്തസാക്ഷികളായി മരിക്കുന്നവർ എങ്ങനെയാണ് മരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഏതു മരണമായിട്ടാണ് ആ മരണം കണക്കാക്കപ്പെടുന്നത്? യാഗമരണം. യാഗമരണമായിട്ട്. യാഗമരണമായിട്ട്. തെളിവ് ഫിലിപ്പിയർ 2:17, ഫിലിപ്പീൻസ് 2:17. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. സ്തോത്രം. മറ്റൊരു വാക്യം നമുക്ക് മനഃപ്പാഠമാണ്. 2 തിമോത്തിയോസ് 4:6 വാക്യത്തിൽ പൗലോസ് തന്റെ അവസാന സമയത്തെ പറ്റി പറയുന്നു. ഞാൻ ഇതാ പാനീയ യാഗമായി ഒഴിക്കപ്പെടും. I am offered as a drink offering. പാനീയ യാഗമായി ഒഴിക്കപ്പെടും. ഇതാണ് രണ്ടാമത്തെ അർത്ഥം. അതായത് കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി മരിച്ചവർ യാഗമരണമായിട്ടാണ് അതിനെ കണക്കാക്കിയത്. ആ അർത്ഥത്തിൽ ഇവരുടെ രക്തം ചീന്തിയത് കർത്താവിന്റെ യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കപ്പെട്ട രക്തമായി അവരുടെ ആത്മാക്കൾ യാഗപീഠത്തിന്റെ കീഴിൽ പാർക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുകയാണ്. സ്തോത്രം. മനസ്സിലായല്ലോ? യാഗപീഠത്തിന്റെ കീഴിൽ അവരുടെ ആത്മാക്കളെ അതുകൊണ്ടാണ് കാണുന്നത്. ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ നിങ്ങൾ കേട്ടിരിക്കും മക്കാബിയർ എന്ന്. മക്കാബിയർ ഒരു സിറിയൻ രാജാവായിരുന്ന അന്തിയോക്കസ് എപ്പിഫാനസ് എന്ന ഒരാളുണ്ട്. എതിർ ക്രിസ്തുവിന്റെ ഒരു മുൻഗാമിയായിട്ടാണ് അയാൾ അറിയപ്പെടുന്നത്. അയാൾ യഹൂദന്മാരെ വളരെ പീഡിപ്പിച്ചു. യെരുശലേം ദേവാലയം അശുദ്ധമാക്കി. ഒടുവിൽ മക്കാബിയർ എന്ന് പറയുന്ന ഒരു പുരോഹിത കുടുംബം രണ്ടും കേൾപ്പിച്ച് രാജാവിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ നിന്നു യെരുശലേം ദേവാലയത്തെ അന്തിയോക്കസിന്റെ കയ്യിൽ നിന്നും മോചിപ്പിച്ചു. അതിൽ ഒരു ഐതിഹ്യമുണ്ട്, ചരിത്രമാകാം. ഈ മക്കാബി കുടുംബത്തിലെ ഒരു സ്ത്രീ, അവരുടെ 7 മക്കൾ ഉണ്ടായിരുന്നു പുരോഹിതന്മാരായി. ഈ 7 മക്കളും യെരുശലേം ദേവാലയത്തിന്റെ വിമോചനത്തിന് വേണ്ടി മുൻപോട്ടിറങ്ങി. ആ മക്കളെ ധൈര്യപ്പെടുത്താൻ വേണ്ടി ആ അമ്മ 7 മക്കളോട് പറഞ്ഞു അത്രേ, മക്കളെ, നിങ്ങൾ ഈ യെരുശലേം ദേവാലയത്തിന്റെ വിമോചനത്തിന് വേണ്ടി പോരാടുമ്പോൾ അന്തിയോക്കസിന്റെ പടയാളികളാൽ നിങ്ങൾ കൊല്ലപ്പെട്ടേക്കാം, രക്തസാക്ഷികളായേക്കാം. പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട. നിങ്ങൾ മരിച്ച് അങ്ങ് ചെല്ലുമ്പോൾ അബ്രഹാം പിതാവ് അവിടെ കാണും. അബ്രഹാം പിതാവിനോട് പറയണം, അബ്രഹാം പിതാവേ, ദൈവം പറഞ്ഞിട്ട് അങ്ങയുടെ ഒരു മകന് വേണ്ടി യാഗപീഠം പണിതില്ലേ? ഇസഹാക്കിന് വേണ്ടി ഒരു യാഗപീഠം പണിതില്ലേ? പക്ഷേ എൻ്റെ അമ്മയുണ്ടല്ലോ, ഞങ്ങളുടെ അമ്മയുണ്ടല്ലോ, ഒന്നല്ല 7 യാഗപീഠമാ പണിത്. ഈ മക്കൾ ധൈര്യം ഉൾക്കൊണ്ട് അതിൽ പ്രചോദിതരായി രക്തസാക്ഷികളാകുവാൻ മുന്നോട്ടിറങ്ങി എന്ന ഒരു പറച്ചിൽ യഹൂദന്മാർക്കിടയിൽ നിന്നും നിലനിൽക്കും.
ഈ അർത്ഥത്തെ സാധൂകരിക്കുന്ന കാര്യം പറഞ്ഞു. അതാണ് രക്തസാക്ഷികളുടെ ആത്മാക്കളെ യാഗപീഠത്തിന്റെ ചുവട്ടിൽ കണ്ടു എന്നതിന്റെ അർത്ഥം. സ്തോത്രം. ഇപ്പൊ പൗലോസ് പറയുന്നത് പോലെ സുവിശേഷ ഘോഷണത്തിൽ നമുക്കും നമ്മുടെ പ്രാണൻ, നമ്മുടെ രക്തം യാഗമായി ഒഴുക്കേണ്ടി വന്നാൽ ആ യാഗത്തിൽ നിന്ന് പുറകോട്ട് പോകാതെ, കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നാൽ അവിടെയും പിന്മാറാതെ വിശ്വാസത്തിൽ നിലനിന്ന് കർത്താവിന് വേണ്ടി ജീവൻ പോലും വെടിയുന്നതിനുള്ള ഒരുക്കത്തോടെ നമുക്ക് മുൻപോട്ട് പോകും. ഒരു പ്രതിഫലം തീർച്ചയായുമുണ്ട്. മറ്റൊന്നുമല്ല, കഷ്ടമേറ്റ കർത്താവിനെ പോലെ ആകാൻ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യകരമായ അവസ്ഥ. സ്തോത്രം. നാം കർത്താവിന് വേണ്ടി ഇന്നും സഹിക്കുന്ന കഷ്ടതകൾ നമ്മെ കർത്താവിനെ പോലെ മഹത്വമുള്ളവരാക്കും. ആ പ്രത്യാശ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് നമ്മുടെ യേശുവിന്റെ പുനരാഗമനത്തിൽ. കർത്താവിന്റെ മടങ്ങിവരവില്ല. ഓർമ്മ കാണും, കർത്താവിന്റെ മടങ്ങിവരവ് എന്ന വിഷയമാണ് നമുക്ക് കഷ്ടതകൾ സഹിക്കുവാൻ പ്രചോദനമാകുന്നതെന്ന് പഠിച്ച കാര്യം. ആകയാൽ കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയാൽ നിറഞ്ഞവരായി നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ, കഷ്ടം സഹിക്കേണ്ടി വന്നാലും പുറകോട്ട് പോകാതെ നിത്യതയ്ക്കായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.